കാസർഗോഡ് ജില്ലയിലെ കുറ്റിക്കോൽ പഞ്ചായത്തിൽ കരുണാകരൻ എന്നയാളുടെ സ്ഥലത്ത് കണ്ടെത്തിയ 500 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്ന മുനിമാർ തപസ് ചെയ്യാൻ ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന മുനിയറ. എൻ്റെ പേര് കരുണാകരൻ എന്നാണ്. കാസർഗോഡ് ജില്ലയിൽ കുറ്റിക്കോല താമസം. ഇത് എൻ്റെ സ്ഥലത്താണ് ഈ മുനിയറ ഉള്ളത്. അപ്പോൾ ഞാൻ ഈ സ്ഥലം എടുക്കുമ്പോഴേ ഇത് സംഭവം നമ്മളോട് ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി നമുക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. പിന്നെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് കേട്ട് കേൾവിയല്ലാതെ ഇതൊന്നും നമുക്കറിയില്ല. കുറേ ആൾക്കാർ ഗവേഷണമെല്ലാം ചെയ്തിരുന്നു. ജാപ്പാനീസെല്ലാം വന്ന് ഒരു 10 ദിവസം ഇവിടെ ഗവേഷണമെല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴേ അവർ പറഞ്ഞിങ്ങനെ മുനിയറ എന്നും പറയുന്ന കേൾക്കുന്നത് ഇപ്പോൾ ഈ ആദ്യ മനുഷ്യർ മരിച്ചിട്ട് ഈ ശവടക്കം ചെയ്യുന്ന അങ്ങനെയും ഒരു ഇതുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇത് സംരക്ഷിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന തലമുറ കുട്ടികൾക്ക് പഠിക്കാനും വേണ്ടിയിട്ട് അതിനെങ്ങനെ സംരക്ഷിച്ച് പോകുന്നു. ഇതിനെ കുറച്ച് നല്ല വൃത്തിയാക്കി നല്ല ഇത് ചെയ്യണമെന്നുണ്ട്. എൻ്റെ പേര് നാരായണൻ എന്നാണ്. കാസർഗോഡ് ജില്ലയാണ്. കുറ്റിക്കോൽ കളക്കരയിലാണ് താമസം. കുറ്റിക്കോൽ വില്ലേജ്. 10-76 വയസ്സായി. അപ്പോൾ അന്ന് മുതലേ നമുക്ക് ഇവിടെ മുനി തപസ്സരിക്കുന്ന കല്ല് എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. പക്ഷേ ഇത് മുമ്പേ വലിയ കാടായിരുന്നു. കരുണാകരൻ എന്ന് പറഞ്ഞ ആളെടുത്ത് ഇപ്പോൾ ഈ സ്ഥലം എടുത്തത് കൊണ്ട് ആളെ നല്ല വൃത്തിയാക്കിയിട്ട് ആകുമ്പോഴാണ് ഇത് കാണുന്നത്. ഈ സ്ഥലത്തിൽ ഇങ്ങനത്തെ സംഗതി ഉണ്ടെന്ന് കാണുന്ന അപ്പോഴാണ് ഓരോ ആൾക്കാരും പറയുന്നത് 500 കൊല്ലം അപ്പുറം ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പോഴാണ്. പണ്ട് കാലത്തിൽ ഒളിവിന് വേണ്ടിയിട്ട് മുനിമാർ, അതായത് ആൾ സഞ്ചാരമില്ലാതെ സ്ഥലത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അവർ തപസ്സിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. കൂടുതൽ ആൾക്കാർ വന്നിട്ട് കംപ്ലീറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇനിയിപ്പോൾ വരും തലമുറയെങ്കിലും കാണണമെങ്കിൽ ഇതിനെ സംരക്ഷിക്കണം എന്നുള്ളൊരു ഇതാണ് ഇല്ലത്. രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.